ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൺ ഫാക്ടറി. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് OBS സ്റ്റുഡിയോ എന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ മിക്കവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും OBS സ്റ്റുഡിയോ. ഈ ആപ്ലിക്കേഷൻ വളരെ പോപ്പുലറാണ്. ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതിൻ്റെ വെബ്സൈറ്റാണിത്. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് ഉള്ള ലിങ്ക് ഞാൻ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ഇതിനകത്ത് ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് വിൻഡോസിലത്തേക്ക്, മാക് OSിലത്തേക്ക്, ലിനക്സിലത്തേക്ക് മൂന്നിലേക്കും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. ഇതിൻ്റെ ഫീച്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് OBS സ്റ്റുഡിയോയുടെ ഡൗൺലോഡ് ചെയ്യുന്ന വെബ്സൈറ്റ്. ഇനി OBS സ്റ്റുഡിയോയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇതായിരിക്കും നിങ്ങൾ കാണുന്ന ഇൻ്റർഫേസ് കണ്ടിട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. ഇതാ ഫയൽ, എഡിറ്റ്, വ്യൂ, ഡോക്സ്, പ്രൊഫൈല്, സീൻ കളക്ഷൻ, ടൂൾസ്, ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇവിടെ ആദ്യം തുടങ്ങുന്നതുകൊണ്ട് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സീൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മളിപ്പം സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് സ്ട്രീമിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കൂലേ, അതായത് സ്ട്രീം എൻഡിങ് ഇതൊക്കെ പറഞ്ഞ് കൊടുക്കൂലേ, പല സീനുകളായിട്ടായിരിക്കും വരിക. അതെല്ലാം കാണിക്കുന്നത് ഇവിടെയാണ്. സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മൾ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ, വെബ് ക്യാം ഇതെല്ലാം കാണിക്കുന്ന സോഴ്സ് ഇതാണ്. പിന്നെ ഇത് ഓഡിയോയുടെ, നമ്മൾ ഓഡിയോ ഡിവൈസ് ഇത് കൊടുക്കുമ്പോഴത്തേക്ക്, സോഴ്സിൽ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഓഡിയോയുടെ ഇത് കാണിക്കുന്ന മിക്സറാണിത്. പിന്നെ ഇത് സീൻ ട്രാൻസിഷൻ എന്ന് പറയും. ഈ സീൻ ട്രാൻസിഷനകത്ത് നമ്മൾ ഒരു സീനിൽ നിന്ന്, അതായത് ഇപ്പോൾ ഉദാഹരണം പറയാം, ഇൻ്റർമിഷനിൽ നിന്ന് നമ്മൾ ഗെയിം പ്ലേയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആ സീനിലോട്ടാണ് വരുന്നതെങ്കിൽ അതൊക്കെ കാണിക്കുന്നത് ഈ ഇതിനകത്തായിരിക്കും. എങ്ങനെ വരണം, ഇത് ഫേഡായിട്ട് വരണോ, കട്ടായിട്ട് വരണോ, അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ, സ്വൈപ്പ്, സ്ലൈഡ്, സ്റ്റിങ്ങർ, ഫേഡ് ടു കളർ, ഇതൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എത്ര ടൈമിൽ വരണമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ബേസിക്സ് ആയിട്ടുള്ള കൺട്രോൾസ്, അതായത് സ്ട്രീമിംഗ് തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് സ്ട്രീമിങ്, പിന്നെ വെർച്വൽ ക്യാമറ, പിന്നെ സ്റ്റാർട്ട് റെക്കോർഡിങ്, സ്റ്റുഡിയോ മോഡ്, സെറ്റിങ്സ്, എക്സിറ്റ്. പിന്നെ ഇവിടെ നമ്മൾ സ്ട്രീം ചെയ്യുമ്പോൾ അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത്, റെക്കോർഡിംഗ് ടൈം, CPU യൂസേജ് എത്ര വരുന്നുണ്ട്, പിന്നെ നമുക്ക് എത്ര FPS-ലാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഇതൊക്കെ കാണിക്കുന്നു. നമ്മൾ ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ OBS സ്റ്റുഡിയോയിൽ ടൂൾസ് എടുക്കുക. എന്നിട്ട് ഓട്ടോ കോൺഫിഗറേഷൻ വിസാർഡുണ്ട്. ഇത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രീമിംഗ്, ഈ OBS സ്റ്റുഡിയോ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളത് അനുസരിച്ചിട്ട് നമുക്ക് ഇതിന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓപ്റ്റിമൈസ് ഫോർ സ്ട്രീമിംഗ്, റെക്കോർഡിങ് സെക്കൻഡറി ഓപ്ഷൻ കൊടുക്കുക. ഇനി റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓപ്റ്റിമൈസ് ജസ്റ്റ് ഫോർ റെക്കോർഡിംഗ്, ഐ വിൽ നോട്ട് ബി സ്ട്രീമിംഗ് എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വെർച്വൽ ക്യാമറ മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഇതിനകത്ത് ഓപ്റ്റിമൈസ് ജസ്റ്റ് ഫോർ റെക്കോർഡിംഗ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്തതിനകത്ത് എന്ത് ചെയ്യും, യൂസ് കറണ്ട് 1920 1080, ഇതാണ് എൻ്റെ റെസൊല്യൂഷൻ, ഇത് ഉപയോഗിക്കണോ, പിന്നെ FPS എത്ര വേണമോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ ഞാൻ 60 or 30, ബട്ട് പ്രിഫർ 60 when possible എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. വേറെ ഓപ്ഷൻസ് ഉണ്ട്, നോക്കാം. ഞാനിപ്പോൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ നെക്സ്റ്റ് കൊടുത്ത്. അപ്പോൾ നമ്മൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇത് കാണിച്ചു തരും. നമ്മളത് അപ്ലൈ സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അപ്ലൈ ആയി. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതിൽ റീനെയിം ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം ഓപ്ഷൻ ഉണ്ട്. റീനെയിം കൊടുത്തിട്ട് ഉദാഹരണം പറഞ്ഞാൽ റെക്കോർഡിങ് കൊടുത്തു. നമുക്ക് അഡീഷണൽ സീൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും സീൻ ആഡ് ചെയ്യാൻ പറ്റും. സീൻ 2, ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ആയി വരും. ഞാൻ ഇപ്പോൾ റെക്കോർഡിംഗ് എടുത്തു. റെക്കോർഡിങ്ങിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പ്ലസ് ഉണ്ടോ, പ്ലസ് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഓഡിയോ ക്യാപ്ചർ വേണോ, ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ വേണോ, ഓഡിയോ ഔട്ട്പുട്ട് ക്യാപ്ചർ വേണോ, ഇതൊക്കെ നമുക്കിൽ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഇതിനകത്ത് ബേസിക്കലി വേണ്ടത് നമുക്ക്
വീഡിയോ ക്യാപ്ചർ ഡിവൈസാണ് വേണ്ടതെന്ന് വെച്ചോ, അത് കൊടുത്തു. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വെബ് ക്യാം എന്ന് ടൈപ്പ് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ അതേ നമ്മുടെ വെബ് ക്യാം ഓപ്പണായി വന്നു. ഇതാ എൻ്റെ HP W200 എന്ന് പറഞ്ഞ മോഡലാണ് വെബ് ക്യാം. അപ്പോൾ അതിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റായി, ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്താ ഇങ്ങനെ വരും. ഇപ്പോൾ നമുക്കിത് ഈ ഇതിൽ നമുക്ക് കൊടുത്തിട്ട് ഈ എഡ്ജ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെറുതാക്കാം വലുതാക്കാം, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വച്ചു. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഒരു ഐയുടെ സിമ്പൽ പോലെ, ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി. പക്ഷേ ഇത് ഡിലീറ്റ് ആവുന്നില്ല, നമുക്ക് ജസ്റ്റ് ഹൈഡ് ആയതേ ഉള്ളൂ. ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഓണായി. ഇനി ഈ ചെറിയ ലോക്ക് കണ്ടോ, ഈ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോക്കായി, പിന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇത് അൺലോക്ക് കൊടുത്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിൽ നമുക്ക് ഡിസ്പ്ലേ റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചോ, അതിനെന്ത് ചെയ്യാം, വീണ്ടും പ്ലസ് കൊടുത്തിട്ട് ഡിസ്പ്ലേ ക്യാപ്ചർ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ റീനെയിം ചെയ്യുന്നതിന് ഡിസ്പ്ലേ ക്യാപ്ചർ തന്നെയാണ് കൊടുക്കുന്നത്. സെലക്ട് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ LGയുടെ മോണിറ്റർ അത് ഡിറ്റക്റ്റ് ആയി. ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കൂ, വെബ് ക്യാം കാണാനില്ല. അതിൻ്റെ കാര്യം എന്താണ്, വെബ് ക്യാം ഇതിന് താഴെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിനെ പിടിച്ച് താഴെ കൊണ്ടിടാം. അപ്പോൾ അതേ വെബ് ക്യാമും വന്നു. ഓക്കെ, ഇതിനെ എങ്ങനെയാണ്, ഇതിപ്പം നമ്മളിത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. പക്ഷേ എന്ത് ചെയ്യാം, നമുക്കിത് വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മൂവ് ചെയ്യില്ല. വെബ് ക്യാം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. എന്താ ഓക്കെ. പിന്നെ നമുക്ക് ഇപ്പോൾ ഇതിൽ ഓഡിയോ എങ്ങനെ ഡിവൈസ് ആഡ് ചെയ്യും, പ്ലസ് കൊടുക്കുക. അതിനകത്ത് ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ എന്താണ്, ഞാൻ എൻ്റെ റെഡ് ഗിയറിൻ്റെ കണ്ടൻസർ മൈക്കാണുള്ളത്. എന്നിട്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇവിടെ ഡീഫോൾട്ട് മാറ്റിയിട്ട് എൻ്റെ ഇതിലുണ്ട്, വെബ് ക്യാമിനും മൈക്രോഫോണുണ്ട്, റെഡ് ഗിയറിലും മൈക്രോഫോണുണ്ട്. അപ്പോൾ ഞാൻ റെഡ് ഗിയർ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. അപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ, റെഡ് ഗിയറിൻ്റെ മൈക്കിൽ അതിൻ്റെ സൗണ്ടാണ് ഈ റെക്കോർഡ് ആവുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്നാലും ഇതിൽ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ ഫാനിൻ്റെ ആവാം, AC-യുടെ ആവാം, എന്തിൻ്റെങ്കിലും ആവാം. നമുക്കിപ്പോൾ അത് മാറ്റണമെങ്കിൽ എന്താ ചെയ്യാം, ഇവിടെ 3 ഡോട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫിൽറ്റർ എടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ബോക്സ് ഓപ്പണായി വരും. ഇതിൽ പ്ലസ് കൊടുക്കുക. എന്നിട്ട് നോയ്സ് സപ്രഷൻ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നോയ്സ് സപ്രഷൻ, അതിനകത്ത് 2 ഓപ്ഷനുണ്ട്. ഇത് ഫസ്റ്റ് ഓപ്ഷൻ സ്പീക്സ് എന്ന് പറയും, SPEX. അത് CPU യൂസേജ് കുറവാണ്, പക്ഷേ ലോ ക്വാളിറ്റിയാണ്. പിന്നെ RN നോയ്സ്, അത് ഗുഡ് ക്വാളിറ്റിയാണ്, പക്ഷേ കുറച്ച് CPU ഇൻറ്റൻസീവാണ്, പക്ഷേ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. RN നോയ്സ് കൊടുത്തു. ഓക്കെ, ഇവിടെ ക്ലോസ് കൊടുത്തു. ഇനി ഇവിടെ നോക്കിയോ, നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ഒന്നും റെക്കോർഡാവില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഓഡിയോയുടെ നോയ്സ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, ഞാൻ വെബ് ക്യാം ക്ലോസ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് സെറ്റിങ്സ്. ഇനി നമുക്ക് ഒരു വീഡിയോ, ഇപ്പം നമ്മളിപ്പോൾ ഇത് ഡിസ്പ്ലേ ക്യാപ്ചർ ചെയ്ത് എല്ലാം ചെയ്ത് ഓഡിയോ ശരിയാക്കി, എന്നിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് റെക്കോർഡിങ് ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി നമ്മൾ സെറ്റിങ്സ് എടുത്തിട്ട് ഔട്ട്പുട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്കിവിടെ സിമ്പിൾ മോഡുണ്ട്. നോർമലി ഇപ്പോൾ ഇതിൽ കിടക്കുന്ന തന്നെ മതി. നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡിംഗ് പാത്ത് വേണമെങ്കിൽ ഇവിടെ ബ്രൗസിൽ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എവിടെയെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. പിന്നെ റെക്കോർഡിന് ഹൈ ക്വാളിറ്റി, ഇതാ ഇവിടെ ക്വാളിറ്റി കൊടുത്തിട്ട് ഇപ്പോൾ ഹൈ ക്വാളിറ്റി, മീഡിയം ഫയൽസസ് കിടക്കുന്ന, ഇൻഡിസ്റ്റിങ്വിഷബിൾ ക്വാളിറ്റി, ലാർജ് ഫയൽ സൈസ് ഓപ്ഷൻ ഉണ്ട്, ലോസ്ലെസ് ക്വാളിറ്റി, ട്രെമൻഡസ്ലി ലാർജ് ഫയൽ സൈസും ഉണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ സേവ് ചെയ്താൽ മതി.
പിന്നെ സ്ട്രീം ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ നോക്കും, ഇവിടെ കസ്റ്റം ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ട്വിച്ച്, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കസ്റ്റം ഓപ്ഷനാണ് കൊടുക്കുന്നത് വെച്ചോ. നമുക്ക് ഇവിടെ സെർവറിൻ്റെ ഡീറ്റെയിൽ അടിക്കാനും കീയുടെ ഡീറ്റെയിൽ കൊടുക്കാനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ ഗെയിമിംഗ് ചാനലാണ്. അപ്പോൾ ഇതിനകത്ത് സ്ട്രീം URL ഓപ്ഷൻ കിടപ്പുണ്ട് കണ്ടോ, പിന്നെ ബാക്കപ്പ് സെർവർ URL. ഇതിൽ സ്ട്രീം URL കോപ്പി ചെയ്യുക, എന്നിട്ട് OBSനകത്ത് സെർവറിൽ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സ്ട്രീം കീ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ട് സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ OBS നിന്ന് നമ്മുടെ യൂട്യൂബിലേക്ക് എന്ത് ചെയ്യും, സ്ട്രീം ചെയ്തോളും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് സെറ്റിങ്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.